നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു അസർബൈജാൻ വിമാനം റഷ്യ വെടിവെച്ചിട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഇതുവരെ ഔദ്യോഗികമായി റഷ്യ ഈ വിവരത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ വിമാനാപകടമുണ്ടായതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അങ്ങേയറ്റം ഖേദം തന്നെയാണ് അസർബൈജാൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഈ നടുക്കുന്ന വാർത്ത വന്നതിന് 48 മണിക്കൂറിന് ശേഷം ഏകദേശം 180 പേരുമായി പറന്നുപൊങ്ങിയ വിമാനം അത്രയും ആൾക്കാരുടെ ജീവൻ എടുത്തുകൊണ്ട് ഒരു തീക്കുണ്ഡമായി അഗ്നിനാളമായി മാറിയതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നും പറന്നുയർന്ന് ദക്ഷിണ കൊറിയയിലെത്തി എങ്ങനെയാണ് ഈ വിമാനം തീ പിടിച്ചത്? ഒരു പക്ഷി വന്നിടിച്ചതുകൊണ്ട് ഒരു വിമാനം, ആ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരുടെയും ജീവൻ എടുക്കുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ യന്ത്ര തകരാറാണ് സംഭവിച്ചതെങ്കിൽ അത് തകരാറായതാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇക്കാര്യത്തെക്കുറിച്ചുള്ള വളരെ സമഗ്രമായ അന്വേഷണം തന്നെയാണ് ദക്ഷിണ കൊറിയൻ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ നടുക്കി അങ്ങനെ വീണ്ടും ഒരു ആകാശ ദുരന്തം ഉണ്ടായിരിക്കുന്നു. ഈ കാലയളവിനിടയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഭീകര ദുരന്തമായി തന്നെയാണ് ദക്ഷിണ കൊറിയയിൽ റൺവേയിലൂടെ തെന്നി നീക്കി ഏറ്റവും ഒടുവിൽ മതിലിടിച്ചു നിന്ന് കത്തിയമർന്ന് അഗ്നിനാളമായി മാറിയ വിമാനത്തിന്റെ വാർത്തയും പുറത്തു വരുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 179ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണമാണ് പുറത്തു വരുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണത്തിൽ ഏകദേശം ഇതിനോട് അടുത്ത് നിൽക്കുന്ന മരണസംഖ്യയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 175ഓളം യാത്രക്കാരും 6ഓളം വരുന്ന ക്യാബിൻ ക്രൂവുമാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. ആകെ മൊത്തം 181ഓളം ആളുകൾ ഈ വിമാനത്തിലുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം 2 പേരെ മാത്രമാണ് ഗുരുതരമായ പരിക്കോടുകൂടി രക്ഷപ്പെടുത്താനായി സാധിച്ചതെങ്കിൽ പോലും അവരുടെയും നില അതീവ ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2 പേരും സുരക്ഷാ ജീവനക്കാർ തന്നെയാണ്. ദക്ഷിണ കൊറിയയിലുണ്ടായ ഈ വിമാന അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് തൊട്ടു പിന്നാലെ തന്നെ വിമാന കമ്പനിയും രംഗത്ത് വരുന്നുണ്ട്. ഒരു കാരണവശാലും ഇതിൽ നിന്നും പിൻവാങ്ങാനായി, ഇതിൽ നിന്നും രക്ഷപ്പെടാനായി വിമാന കമ്പനിക്ക് സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജെജു എയർ സിഇഒ ആയിട്ടുള്ള കിം ഇ ബേ പുറത്തിറക്കിയ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിൽ ഇക്കാര്യവും തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് എന്ത് തന്നെ ആയിരുന്നാലും ഈ കമ്പനിയുടെ സിഇഒ എന്ന നിലയിൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തായ്ലൻഡിൽ നിന്നും പറന്നു പൊങ്ങിയ ജെജു എയർലൈൻസിന്റെ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സൗത്ത് കൊറിയയിലെ സോളിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ അകലെയുള്ള മുവാൻ വിമാനത്താവളത്തിൽ തകർന്ന് തരിപ്പണമായി മാറിയത്. വെറും ചാരം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ആദ്യം ലഭിച്ച ഒരു പ്രാഥമിക കണക്കനുസരിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഏകദേശം 167ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിൽ 79 പേർ പുരുഷന്മാരും 77 പേർ സ്ത്രീകളുമാണ്. പക്ഷേ ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ 11 പേരുടെ കത്തിക്കരിഞ്ഞു പോയ മൃതശരീരമാണ് ഏറെ വേദനയായി മാറിയിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റുള്ളവരെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ മരണം ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. മരണസംഖ്യ എന്തായിരുന്നാലും ഉയരുമെന്നുള്ള സൂചന മാത്രമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് അഗ്നിരക്ഷാ സേനയും അതുപോലെ തന്നെ ഏകദേശം 30ലധികം വാഹനങ്ങളും ഒട്ടനവധി ഹെലികോപ്റ്ററുകളും മറ്റ് സുരക്ഷാ സന്നാഹങ്ങളും ഈ മേഖലയിലേക്ക് എത്തിയത്. 1500ലധികം രക്ഷാപ്രവർത്തകരും പോലീസുകാരും സൈനികരും തന്നെയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ്. ഒരു ബെല്ലി ലാൻഡിംഗ് നടത്തി വിമാനം താഴെയിറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മതിലിൽ തട്ടി, ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൽ തട്ടി ഈ വിമാനം തീപിടിച്ച് കത്തി അമരുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ഈ ദുരന്തം സംഭവിച്ചതും. സിയോളിൽ നിന്നും 288 കിലോമീറ്റർ ദൂരെയാണ് ഈ അപകടം. എന്നാൽ എന്താണ് ഇതിന്റെ കാരണമെന്നുള്ളത് ജെജു എയർലൈൻസ് പോലും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇക്കഴിഞ്ഞ 15 വർഷക്കാലമായി 1.5 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന വിമാന കമ്പനി ഇതിനു മുൻപ് അവരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഇതുവരെ ഇത്രയധികം അപകടമുണ്ടായ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ ഇതുവരെയും അപകടമുണ്ടാക്കാത്ത ഒരു വിമാന കമ്പനിയാണ് ഇത്രയധികം 200-നടുത്ത് ആളുകളുടെ ജീവൻ എടുക്കുന്ന വലിയൊരു അപകടത്തിലേക്ക് ഏറ്റവും ഒടുവിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. പ്രാഥമികമായ വിലയിരുത്തലിൽ സാങ്കേതിക തകരാറായി തന്നെയാണ് പറയുന്നത്. യന്ത്ര തകരാറ് മൂലമാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് ഒരു വിലയിരുത്തൽ. ലാൻഡിംഗ് ഗിയർ പ്രവർത്തനരഹിതമാവുകയും ടയറുകൾക്ക് പുറത്തേക്ക് വരാൻ കഴിയാതിരിക്കുകയും ചെയ്തതോടെ വിമാനത്തിന് താഴെ ഇടിച്ചിറക്കേണ്ടതായി വന്നു. അങ്ങനെ വന്നപ്പോൾ ബെല്ലി ലാൻഡിംഗ് എന്ന് പറയുന്ന രീതിയാണ് അനിവാര്യമായത്. ബെല്ലി ലാൻഡിംഗ് നടത്തുന്നതിനിടയിൽ ഒരുപക്ഷെ തറയിൽ ഉരസി
സ്പാർക്കുകളുണ്ടായി അത് പിന്നീട് തീനാളമായി മാറിയതായിരിക്കാം എന്നുള്ള സൂചനയും ലഭിക്കുന്നു. ഇനി മറുഭാഗത്ത് ലാൻഡിങ്ങിന് മുൻപ് വിമാനത്തിൽ പക്ഷിയിടിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വിമാന കമ്പനി ഇത് സ്ഥിരീകരിച്ച് ഔദ്യോഗികമായൊന്നും തന്നെ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു അനുമാനം മാത്രമാണ്. അസർബൈജാനിലും സമാനമായ ഒരു അനുമാനം മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ദക്ഷിണ കൊറിയൻ ഭരണകൂടം ഇതേക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നേ ദിവസം പ്രാദേശിക സമയം രാവിലെ ഏകദേശം 9 മണിക്കായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ലോകത്ത് തന്നെ ഏറ്റവും വിശ്വസനീയമായ വിമാനമായി തന്നെയാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നതെന്നാണ് വിമാന കമ്പനി അധികൃതർ പറയുന്നത്. 20 വർഷക്കാലത്തിനടുത്തായി ഇത് സർവീസ് നടത്തുന്നുണ്ട്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. അത് അതിൻ്റെ പ്രവർത്തന രീതി കൊണ്ട് ഈ 2 പതിറ്റാണ്ട് കാലം കൊണ്ട് ജനങ്ങൾക്ക് തന്നെ മനസ്സിലായതാണ്. നന്നായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ദക്ഷിണ കൊറിയയിൽ നടത്തുന്ന അറ്റകുറ്റപ്പണികൾ ലോകമെമ്പാടും ലഭിക്കുന്നത് പോലെ ഏറ്റവും മികച്ചതായിട്ടുള്ള പണികൾ തന്നെയാണ്. എന്നിട്ട് പോലും ഇത്രയധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാകാതെ ആകുലതയിൽ തന്നെയാണ് ഇപ്പോഴും വിമാന കമ്പനി അധികൃതരുള്ളത്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ നടന്നിരുന്നോ എന്നുള്ള സംശയം പോലും ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നു. ബോയിങ് 737-800 ജെറ്റ് വിമാനമാണിതെന്ന് ദക്ഷിണ കൊറിയൻ ട്രാൻസ്പോർട്ട് മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ജെജു എയർലൈൻസ് ക്ഷമാപണം നടത്തി രംഗത്ത് വന്നതിന് പിന്നാലെ ഈ കമ്പനിക്കെതിരെയുള്ള അന്വേഷണം തന്നെയാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കോക്കിൽ നിന്നും തിരിച്ചെത്തുകയായിരുന്ന വിമാനത്തിൽ തായ്ലൻഡിൽ നിന്നും പറന്നു പൊങ്ങിയതിനു ശേഷം തിരിച്ച് ലാൻഡ് ചെയ്യുമ്പോൾ സംഭവിച്ച അപാകത തന്നെയാണ് ഏറ്റവും അധികം കാരണമായി പറയുന്നത്. യന്ത്ര തകരാറ് തന്നെ ആയിരിക്കാമെന്നുള്ള നിഗമനത്തിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിച്ചേരേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. ഇതിലേറെ പറയുന്നവർ ദക്ഷിണ കൊറിയയുടെ വ്യോമയാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു വലിയ വിമാന അപകടമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. 1997 ഏകദേശം 27 വർഷങ്ങൾക്ക് മുൻപ് ഗുവാമിൽ നടന്ന വിമാന അപകടത്തിൽ 228ഓളം ആളുകളായിരുന്നു കൊല്ലപ്പെട്ടത്. അന്ന് വിമാനം പൂർണ്ണമായി തകർന്നുവെന്ന് മുവാൻ അഗ്നിരക്ഷാ മേധാവി ലീ ജിയോങ് ഹിയോൺ അറിയിക്കുകയും ചെയ്തിരുന്നു. കേവലം അതിൻ്റെ പിൻവശം മാത്രമാണ് അവശിഷ്ടമായി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ബാക്കി മുഴുവൻ ചാരമായി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.